ഹലോ ഫ്രണ്ട്സ്, ആരും ഇല്ലേ ലൈവിൽ? അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ലൈവിൽ വരുന്നത്. നമ്മുടെ ലിൻഡാസ് കുക്കിംഗ് ജേണൽ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും അറിയാലോ അല്ലേ? അപ്പോൾ എന്താ പറയുക, ഞാൻ ഓർത്തു ആദ്യമായിട്ട് ഒന്ന് ലൈവ് വന്ന് നോക്കാം, എന്താണ് നിങ്ങളുടെയൊക്കെ റെസ്പോൺസ്, നിങ്ങളിൽ നിന്ന് മെസ്സേജൊക്കെ ഒന്ന് റിസീവ് ചെയ്യാം, എന്താണ് എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓർത്ത്. ലൈക്കും കമൻസൊക്കെ വന്ന് തുടങ്ങി. അപ്പോൾ സന്തോഷമുണ്ട് കേട്ടോ, ലൈവ് ശരിക്കും നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അപ്പം ഓണത്തിൻ്റെ ആണല്ലോ ഇപ്പം നമ്മുടെ റീസെൻ്റായിട്ട് കഴിഞ്ഞൊരു എന്താ പറയുക സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഓണമാണല്ലോ. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് പറയാൻ തോന്നിയൊരു കാര്യം, എനിക്ക് ഒത്തിരി സങ്കടമായൊരു കാര്യമുണ്ട്. നമ്മുടെ ഫേസ്ബുക്കിൽ ഈയിടെ ഞാനൊരു പോസ്റ്റ് കാണാനിടയായി. ഒരു വീഡിയോ ആണ്. കുറേ പേര്, അതായത് നമ്മുടെ നാട്ടിൽ മദ്യ ഷോപ്പിൻ്റെ ഫ്രണ്ടിലത്തെ ക്യൂ എങ്ങനെയാണ് അതുപോലെ എന്താ പറയുക വലിയ നീളത്തിൽ ക്യൂ ഒക്കെ ആയിട്ട് ആൾക്കാർ റെഡിമെയ്ഡ് സദ്യ വാങ്ങിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിൽ സ്ത്രീകളും ഉണ്ട്, പുരുഷന്മാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അപ്പോൾ അത് എനിക്ക് വലിയൊരു സങ്കടമായിട്ട് തോന്നി. കാരണം നമ്മുടെ നാട്ടിൽ പണ്ട് 10 ദിവസത്തെ ഓണം സെലിബ്രേഷനായിരുന്നു നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്തമ്മിന് പൂക്കൾ എല്ലാ കുട്ടികളൊക്കെ പോയി കളക്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ഒരു രീതിയായിരുന്നു. ഇപ്പോഴും നമ്മൾ വെളിനാട്ടിലൊക്കെ ഉള്ളൊരു നാട്ടിൽ എങ്ങനെയെങ്കിലും വരുമ്പോൾ ആ ഒരു രീതി, നമുക്കിപ്പം വെളിയിൽ നാട്ടിലൊന്നും കറിവേപ്പില കിട്ടത്തില്ല, അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഇപ്പം നമുക്ക് യൂറോപ്പിലൊന്നും കറിവേപ്പില കിട്ടത്തില്ല, പിന്നെ അട കിട്ടത്തില്ല, ശർക്കര വരട്ടി കിട്ടത്തില്ല, വാഴയില കിട്ടത്തില്ല, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കിട്ടത്തില്ല. അങ്ങനെ ഇരിക്കെ നമ്മൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. മറ്റേത് നമ്മുടെ ഓരോ വീട്ടിലും കറിവേപ്പിലയുടെ ചെടി കാണുമ്പോൾ എന്തൊരു സന്തോഷമെന്നറിയാം മനസ്സിൽ നാട്ടിൽ വരുമ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടപ്പോഴത്തേക്കൊരു നിങ്ങളോട് പറയണമെന്ന് തോന്നി. അങ്ങനെ റോബിൻ മാത്യു, ഹായ്. റീന വർഗീസ്, ഹായ് ഹായ് ഹായ്, വെൽക്കം. അപ്പോൾ അതാണ് ഞാൻ ആക്ച്വലി എനിക്ക് നിങ്ങളടുത്ത് പറയാനുണ്ടായിരുന്നൊരു കാര്യം. കാരണം നമ്മളിവിടെ അട ശർക്കര വരട്ടിയൊക്കെ നമ്മൾ ഒന്നേന്ന് ഉണ്ടാക്കിയതാണ്. നമുക്കൊക്കെ ഈ പറയുന്ന പോലെ എല്ലാവരും എല്ലാം പഠിച്ചിട്ടല്ലല്ലോ വരുന്നത്. അപ്പം നമുക്ക് കിട്ടാത്ത കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കി ശ്രമിച്ചു. എന്താ പറയുക, അങ്ങനെ 3-4 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയവരെ എനിക്കറിയാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി സക്സസ് ആയാണ് നമ്മൾ സദ്യക്കൊക്കെ ശർക്കര വരട്ടിയും അടയൊക്കെ വാഴയില നമുക്കിവിടെ കിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് ഓർഡർ ചെയ്തു. വലിയ പരിപാടിക്ക് പോലും അവർക്ക് ഓർഡർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് ചുമ്മാ ഒന്ന് നോക്കാം, ഓർഡർ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളൊരു 40 വാഴയില ഞങ്ങൾ ഒരു പാക്കറ്റായിട്ട് വരുത്തുകയാണ് ചെയ്തത്. അതിൽ നിന്നാണ് നമ്മൾ വാഴയിലയിൽ അട നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ റീസെൻ്റ്ലി ഇങ്ങനൊരു പോസ്റ്റ് കണ്ടപ്പോഴത്തേക്ക് ഒത്തിരി സങ്കടം തോന്നി. നമുക്ക് വീട്ടിൽ എത്ര തിരക്കായാലും ഒത്തിരി ഇപ്പോൾ 14 കൂട്ടം 15 കൂട്ടം ഉണ്ടാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു 6-7 കൂട്ടം നമ്മളെ കുടുംബാംഗങ്ങളെല്ലാവരും ഇരുന്ന് കഴിക്കുക, ഓണ സദ്യ ആഘോഷിക്കുക, ഒരു വിളക്ക് കത്തിച്ച് വെക്കുക, കുറച്ച് പൂക്കൾ അതിൻ്റെ അടുത്ത് വെക്കുക, ഇത്രയും നമുക്ക് ചെയ്യാൻ ഒരു പാടും ഇല്ലല്ലോ. അപ്പോൾ കുറച്ച് ചോറ് വെക്കുക, ചോറും കറികളും എന്തായാലും നമ്മൾ എല്ലാ ദിവസവും വെക്കും. അപ്പോൾ സാധാ പോലെ വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 കറിയും കൂടെ കൂടുതൽ വെച്ച് ഇച്ചിരി ഉപ്പേരിയും ശർക്കര വരട്ടിയൊക്കെ അതിൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ സദ്യയായി. നമുക്ക് ഒത്തിരി ഇപ്പോൾ എല്ലാവർക്കും തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. അപ്പോൾ എന്താ പറയുക, ഒത്തിരി വലിയ ആഡംബരമായിട്ട് വേണ്ട, കുറച്ച് ചെറിയൊരു രീതിയിൽ മതി. അങ്ങനെ പിന്നെ വാഴയില, എല്ലാവരുടെയും വീട്ടിൽ വാഴ കാണും, ആരുടെ വീട്ടിൽ ഇല്ലാതിരിക്കത്തില്ല. ഒന്നും ഇല്ലെങ്കിൽ അയലൊക്കത്താണെങ്കിലും വാഴയില കാണും. അങ്ങനെ അപ്പം നെസീമൂസ് മൂസ, ഹലോ ഹലോ ഹലോ. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ നിങ്ങൾ. ഞാൻ ആക്ച്വലി ഇത് അറിയിക്കാതെയാണ് ഈ ഒരു ലൈവിൽ വരുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്, നിങ്ങളൊക്കെ ലൈവ് കണ്ടപ്പോഴത്തേക്കും ജോയിൻ ചെയ്തതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ആദ്യത്തെ ലൈവും കൂടെ ആയതുകൊണ്ട് ശരിക്കും എന്താ പറയുക, ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. എങ്ങനെയായിരിക്കും എന്നൊന്നും അറിയില്ലായിരുന്നു. ബട്ട് താങ്ക് യു ഫോർ ദ സപ്പോർട്ട് കേട്ടോ. എല്ലാവർക്കും പ്രത്യേകം പറയാണ്. എല്ലാവർക്കും പ്രത്യേകം താങ്ക്സ് പറയുന്നു. മഹേഷ്, ബിന്ദു, അരുൺ, ഹലോ ഹലോ. റീന വർഗീസ്, ഹലോ. താങ്ക് യു. ജിതിൻ ആൻഡ് ജോർജ്, ഹലോ. അയ്യോ, എങ്ങനെയാണ് ശരിക്കും സന്തോഷം പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ. ശരിക്കും ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ കുറച്ച് പേരാണെങ്കിലും നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്തതിൽ ഒത്തിരി സന്തോഷമുണ്ട്.
നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോട്ടോ, നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചോളൂ. ജിജി ഷിബു ഹലോ, വെൽക്കം. നമ്മുടെ ലിൻഡാസ് കുക്കിംഗ് ചാനൽ എന്നുള്ള ഈ ഒരു പേജ് കുറച്ചും കൂടെ ആക്റ്റീവ് ആക്കണമെന്നൊക്കെ എനിക്കൊരു എന്താ പറയുക ആഗ്രഹമുണ്ട്. ഇപ്പം ഈ പറയുന്ന പോലെ ഞാനും വർക്കിംഗ് ആണ്, പക്ഷേ എങ്കിലും നമ്മുടെ നാട്, അതിൻ്റെ രീതികൾ, അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ ഒരു തനിമ, അത് ഏത് നാട്ടിൽ പോയാലും നമുക്ക് സത്യം പറഞ്ഞാൽ കിട്ടത്തില്ല കേട്ടോ, അത് ഉള്ള കാര്യം പറയാമല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെയൊക്കെ മക്കളെ ആണെങ്കിൽ കൂടെയും ഇപ്പോൾ എൻ്റെ മോളൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു മനസ്സിൽ. കുഞ്ഞുങ്ങളെ നമ്മൾ വെളിനാട്ടിലാകുമ്പോൾ അവർ നമ്മുടെ രീതികളൊക്കെ മറക്കുമോ, അല്ലെങ്കിൽ വലിയ സായിപ്പുമാർ പോലെ ആവുമോ എന്നൊക്കെ ഉള്ളൊരു പേടി ഉള്ളിലുണ്ടായിരുന്നു. എങ്കിലും എന്നെക്കൊണ്ടാവുന്ന പോലെ, നമ്മളെ കൊണ്ടാവുന്ന പോലെ കുഞ്ഞുങ്ങളെ ആ രീതിയിൽ നയിക്കുക. ഇപ്പോൾ എൻ്റെ മോളോട് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താണെന്ന് ചോദിച്ചാൽ ചോറും ചമ്മന്തിയാന്ന് പറയും. അതിൻ്റെ കൂടി ഇച്ചിരി പൊട്ടറ്റോ മെഴുക്കുവരട്ടിയോ മീൻകറിയോ ഒക്കെ കിട്ടിയാൽ സന്തോഷം, പിന്നെ വേറെ ഒന്നും വേണ്ട പുള്ളിക്കാരിക്ക്. അപ്പോൾ അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നല്ല സന്തോഷമാണ് കേട്ടോ. കാരണം ഞങ്ങളാന്നേലും പിന്നെ വലിയ ഇംഗ്ലീഷ് ഫുഡൊന്നും അങ്ങനെ വലുതായിട്ട് നമ്മൾ ഇത് ചെയ്യാറില്ല. നമ്മൾ ചോറ്, കറികൾ, പായസം ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ വെക്കാറുണ്ട് കേട്ടോ. നമ്മുടെ അപ്പം, ഇഡ്ഡലി, ദോശ, ഇതെല്ലാം ഞങ്ങൾ മിക്കപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയൊക്കെയാണ്. അപ്പം മെയിനായിട്ടും നമ്മളെക്കാളും ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതൊക്കെ കണ്ടുപഠിക്കുക. അവരും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ട്രഡീഷണൽ ലൈഫ് സ്റ്റൈൽ മറക്കാതെ, ഇപ്പോഴും നമ്മൾ കോർ വില്ലേജിലൊക്കെ പോയി കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഈ സാധാരണ കൊല്ലം അങ്ങനെ ഏരിയ അല്ല, ശരിക്കും കോർ ട്രഡീഷണൽ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പണ്ടത്തെ പാത്രങ്ങൾ ഉൾപ്പെടെ, റെസിപ്പീസ് ഉൾപ്പെടെ അവരുടെ കയ്യിൽ. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നാട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെയുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞിരണേ, എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ഇങ്ങനെയുള്ള ട്രഡീഷനൊക്കെ കണ്ട് മനസ്സിലാക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമുണ്ട്. അത് നമ്മുടെ ചാനൽ വഴി ആൾക്കാരിലും എത്തിക്കുക, ആഗ്രഹമുള്ളവർ ചെയ്യട്ടെ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ജിതിൻ ആൻഡ് ജോർജ് ഹായ് ചേച്ചി, കട്ട സപ്പോർട്ട്, താങ്ക് യു ഡിയർ, താങ്ക് യു. മഹേഷ് ഹായ്. റോബിൻ മാത്യു നാട്ടിൽ എവിടെയാണ്? നാട്ടിൽ ഞാൻ കൊല്ലമാണ്, കൊല്ലം പുനലൂരാണ് എൻ്റെ സ്ഥലം. പക്ഷേ കല്യാണം കഴിച്ചിരിക്കുന്നത് ചങ്ങനാശ്ശേരി കോട്ടയമാണ്. ഇപ്പം താമസിക്കുന്നത് യൂറോപ്പിലാണ്, സ്വീഡനിലാണ്. വിയ ഹലോ വിയ, വെൽക്കം. അനിത വർമ്മ ചൗധരി ഹലോ വെൽക്കം ടു അവർ ലൈവ് വീഡിയോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു മെയിനായിട്ടും എനിക്ക് ഈ ഒരു കാര്യമായിരുന്നു നിങ്ങളുടെ അടുത്ത് പറയാനിരുന്നത്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ ആഘോഷങ്ങൾ, വിഷു, ഓണം, ക്രിസ്മസ്, ഇതൊക്കെ നമുക്ക് സ്വന്തമാണ് കേട്ടോ. ഓണം, വിഷു എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സ്വന്തമാണ്. അപ്പോൾ ഇവിടെയാണെങ്കിലും വിഷുവിന് നമ്മൾ ചെറിയൊരു, എൻ്റെ ചാനൽ നോക്കി അറിയാം, വിഷുവിന് ചെറിയൊരു സെലിബ്രേഷൻ പോലെ, വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. ചെറിയൊരു എന്താ പറയുക ചെറിയൊരു പൂക്കളമൊക്കെ ഒരുക്കി, എന്താ പറയുക, ഒരു വിളക്കൊക്കെ കത്തിച്ച്, നമ്മുടെ ഫ്രൂട്ട്സ് ബാസ്ക്കറ്റൊക്കെ നിറച്ച് ഫ്രൂട്ട്സൊക്കെ ആയിട്ട് അങ്ങനെ ഒരുക്കി, അത്രേ ഉള്ളൂ. ഞങ്ങൾ ക്രിസ്ത്യൻസാണ്, എങ്കിൽ കൂടെയും വിഷു ഒക്കെ നമുക്ക് ആഘോഷിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. അങ്ങനെ ക്രിസ്ത്യാനി, മുസ്ലിം, ഹിന്ദു എന്നൊന്നും ഇല്ലല്ലോ. ജിത്തിൻ, കേരളത്തിൽ നിന്ന് പുറത്ത് പോകുമ്പോഴേ നമുക്ക് അതിൻ്റെ വില മനസ്സിലാകുള്ളൂ ചേച്ചി, കേരളം സൂപ്പർ. സത്യമാണ് കേട്ടോ. ശരിക്കും പ്രത്യേകിച്ച് നമ്മളൊക്കെ, പ്രത്യേകിച്ച് ഈ ഗൾഫിലൊക്കെ വളർന്ന കുട്ടികളും കൂടെ ആകുമ്പോൾ അവർക്ക് അറിയാവുന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഒത്തിരി, പിന്നെ ഓണത്തിന് നമ്മൾ പ്രത്യേകിച്ച് വലിയ വാഴയിലൊന്നും കിട്ടിയില്ലെങ്കിലും നമ്മൾ കിട്ടുന്ന പോലെ നമ്മൾ ആഘോഷിക്കാറുണ്ടായിരുന്നു കേട്ടോ. അമ്മ തന്നെ ഒരു 14-15 കൂട്ടം കറികളൊക്കെ ഉണ്ടാക്കുകയും പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ചെറിയ പഴം കിട്ടുമ്പോഴെല്ലാം വാങ്ങിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചാണ്. നമ്മൾ മക്കളിൽ എന്ത് നന്മ ഉണ്ടെങ്കിലും നമ്മൾ അപ്പനമ്മമാരുടെ ക്രെഡിറ്റ് ആണല്ലോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുമായിട്ട് ആ ഒരു എന്താ പറയുക ചോദ്യം പറച്ചിൽ അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ നടത്താൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞാനിപ്പോൾ ജോലിയിലാണ്, എങ്കിൽ കൂടെ ഞാൻ ഓർത്തു എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ലൈവ് ചെയ്തുകൂടാ എന്ന് ഓർത്തു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വന്നതേ ഉള്ളൂ. ഇനി ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ പേജിലൊക്കെ അനൗൺസ് ചെയ്തിട്ട് വരാം കേട്ടോ. ഇത് ജസ്റ്റ് ഇനീഷ്യൽ ഒരു മൂവായിരുന്നു. അപ്പോൾ വന്നവർക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എന്താ പറയുക, ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ, ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്താ പറയുക, പിന്നെ വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പൂക്കളമൊക്കെ ഞങ്ങൾ ഇപ്പം ഓണത്തിനൊക്കെ ഇവിടെ ഒരുക്കിയേ. പക്ഷേ പൂക്കളം ഒരുക്കിയത് വൻ കോമഡി ആയിരുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ മുല്ലപ്പൂവോ ചെമ്പരത്തിയോ അങ്ങനെ യാതൊരു നമ്മുടെ നാട്ടിലുള്ള ഒരു പൂക്കളും ഇവിടെ ഇല്ല. അപ്പോൾ ഇപ്പം പ്രത്യേകിച്ച് ഇവിടെ സെപ്റ്റംബർ സീസൺ ആകുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഓട്ടം സീസണാണ്. അപ്പം ഇവിടെ മരത്തിലൊന്നും ഇലകളൊന്നും കാണത്തില്ല, എല്ലാം ഇങ്ങനെ വടിമരം പോലെ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് പൂക്കളൊക്കെ സംഘടിപ്പിക്കാൻ ഭയങ്കര പാടായിരുന്നു. ഞങ്ങൾ ഒന്നും പറയണ്ട,
ഭയങ്കര പാടായിരുന്നു പൂക്കൾ. ഞങ്ങൾ റോഡിലൊക്കെ പോകുമ്പോഴൊക്കെ ഇവിടെ പൂക്കളുണ്ട് കേട്ടോ, ഇവിടെ വന്ന് നമുക്ക് പറിക്കണമെന്നൊക്കെ നോക്കി വെച്ചിട്ടുള്ള ഒരിതുവരെ ഉണ്ട് കേട്ടോ. അങ്ങനെ അപ്പം അത്യാവശ്യം എന്താ പറയുക, നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ ഓണം ഇവിടെ ആഘോഷിച്ചതും. പിന്നെ കമ്മിറ്റിയുടെ വക വേറൊരു ഓണം ഉണ്ടായിരുന്നു. അതൊക്കെ ഒത്തിരി ഞങ്ങൾക്ക് ഒത്തിരി എന്താ പറയുക, നല്ലൊരു ഓണം ഫീൽ, നല്ലൊരു ഓളമായിരുന്നു ഓണത്തിന്. വടംവലി ഉണ്ടായിരുന്നു കമ്മിറ്റിയുടെ. അതെല്ലാം ഞാൻ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങളതൊക്കെ പോയി കാണണം കേട്ടോ. നല്ല രസമാണ് ശരിക്കും. ഞങ്ങൾ അതിനകത്ത് ശരിക്കും എന്നെയൊന്നും കാണാനൊന്നും പറ്റത്തില്ല, ഞാനെല്ലാം കവർ ചെയ്ത് നിങ്ങളെ കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു മെയിനായിട്ട് നമുക്കുണ്ടായിരുന്നത്. സുഭദ്ര വിജയകുമാർ, ഹായ്, ഹലോ ഹലോ ഹലോ, വെൽക്കം ടു അവർ ലൈവ് വീഡിയോ. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ വന്നതിൽ. അപ്പോൾ എന്താ പറയുക, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. ആ ഒരൊറ്റ ബലത്തിലാണ് എന്താ പറയുക, ഞാനൊക്കെ, നമുക്കൊന്നും വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളൊന്നുമില്ല. കുക്കിങ്ങിനോടുള്ള ഇഷ്ടം, നമ്മുടെ കേരളം നാടിനോടുള്ള ഇഷ്ടം, ആ ട്രഡീഷണൽ രീതികളോടുള്ള ഇഷ്ടം, ഇതൊക്കെയാണ് പ്രത്യേകമായിട്ട് നമ്മുടെ ഈ എന്താ പറയുക ചാനൽ പേജിലൂടെ നമ്മൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പിന്നെ നമ്മളൊക്കെ എന്താ പറയുക, നമ്മുടെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഒന്ന് റെഫർ ചെയ്യാനോ അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു രീതികളെന്നൊക്കെ അവർ വലുതാകുമ്പോൾ അവർക്കൊന്ന് കാണാൻ കൂടിയാണെങ്കിലും ഒരു റെഫറൻസ് കിടപ്പുണ്ടല്ലോ. അങ്ങനെയൊക്കെ ഒരു നല്ല ഉദ്ദേശം വെച്ചിട്ടാണ് ഇനി ഒരു പേജ് നടത്തിക്കൊണ്ട് പോകുന്നത് കേട്ടോ. പിന്നെ എന്താ പറയുക, എല്ലാവർക്കും വീണ്ടും പറയാണ്, ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ ഇത്രയും പേരൊക്കെ ലൈവിൽ വന്നതും പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ വായിക്കാൻ പറ്റിയതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ അനൗൺസ് ചെയ്തിട്ട് വരുന്നതായിരിക്കും ലൈവിൽ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു വൺസ് അഗെയിൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ബി പോസിറ്റീവ്, കീപ് സ്മൈലിംഗ്, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. നിങ്ങൾക്ക് പേഴ്സണലി ആണെങ്കിലും എൻ്റെ പേജിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ എന്താ പറയുക, പുതിയ വീഡിയോസ് ഇറങ്ങുമ്പോഴത്തേക്കും അതിലൊക്കെ കമൻറ്റ്സ് ഇടുക, നിങ്ങളുടെ സജഷൻസ് ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾക്കത് കുറച്ചും കൂടെ വൃത്തിയാക്കി പോകണമെന്നുണ്ട് കേട്ടോ, കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തണമെന്നുണ്ട്. ജിഷ ഹലോ, വെൽക്കം ടു അവർ ലൈവ് വീഡിയോ. ഒത്തിരി സന്തോഷമുണ്ട് വന്നതിൽ കേട്ടോ. പിന്നെ എന്താ പറയുക, അപ്പോൾ ഇതൊക്കെയായിരുന്നു എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. ലൂക്സി ജെയ്സൺ, ഹലോ, വെൽക്കം ടു അവർ ലൈവ് വീഡിയോ, താങ്ക് യു ഫോർ കമ്മിങ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ലഞ്ച് ടൈമായി. ഇവിടെ ഒരു 11 മണിക്കാണ് കേട്ടോ ഇവിടുത്തെ ഒരു ലഞ്ച് ടൈം എന്ന് പറയുന്നത്. 11 മണി നമ്മുടെ നാട്ടിൽ ശരിക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമാണല്ലേ. പക്ഷേ എങ്കിൽ കൂടെയും നമുക്കിവിടെ 11 മണിക്കാണ് നമ്മുടെ വർക്ക് ടൈമിലൊക്കെ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇനിയിപ്പോൾ ലഞ്ചൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ അതിന് പോകുന്നതിന് മുൻപ് ഞാൻ ജസ്റ്റ് ഓർത്തു നിങ്ങളെ ഒന്ന് ഹായ് ഒക്കെ കാണിക്കാം. അൽഫിയ നിയാസ്, അർഷ നിയാസ്, ഹലോ ഹലോ ഹലോ, വെൽക്കം ടു ആ ചാനൽ, വെൽക്കം. ഞാനും വന്നു, വളരെ സന്തോഷം, വളരെ സന്തോഷം കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. എന്താ പറഞ്ഞേ, ഞാൻ കേട്ടില്ല അൽഫിയാനിയാസ്. ഞാൻ വേറൊന്നും അല്ലടാ, ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ റീസെൻ്റായിട്ട് ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി. കുറേ പേര്, സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും എന്താ പറയുക, വലിയൊരു ക്യൂ ഒക്കെ ആയിട്ട് ഇങ്ങനെ റെഡിമെയ്ഡ് സദ്യ വാങ്ങിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പം അന്യനാട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നാട്ടിലത്തെ സാധനങ്ങളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സങ്കടം തോന്നി അത് കണ്ടപ്പോൾ. അപ്പോൾ എല്ലാവരും ആവുന്നാൽ അണ്ണാറ കണ്ണനും തന്നാലായതെന്ന് പറയുന്ന പോലെ അവനവന് പറ്റുന്ന രീതിയിൽ ആഘോഷിക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആക്ച്വലി അത്രയും ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ, വേറൊന്നും കാര്യമായിട്ട് പറഞ്ഞില്ല. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ വേറൊന്നും കാര്യമായിട്ട് പറഞ്ഞു. ഇത് പറയാതെ വന്നൊരു ലൈവ് ആയതുകൊണ്ട് കാര്യമായിട്ടൊന്നും ഇല്ല. ഞാൻ അടുത്ത പ്രാവശ്യം അനൗൺസ് ചെയ്തിട്ട് വരാം. മുഫീദ അഷ്റഫ്, ഹലോ, താങ്ക് യുടാ, താങ്ക് യു ഫോർ കമ്മിങ്. നിങ്ങൾ ഇത്രയും പേര് ജോയിൻ ചെയ്തതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ അടുത്ത ലൈവിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, എന്നാൽ ബൈ.